അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പാടില്ല. ഇവിടെ ആർക്കും ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഒരാൾക്ക് പോലും ഒരു സാധനവും ആവാഹിച്ച് മാറ്റാൻ പറ്റൂല. രേവതി നക്ഷത്രക്കാർക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുക, മനസ്സിന് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ വരും. നമസ്കാരം. കുട്ടികളെ ശാസിക്കുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് കാരാഗൃഹവാസം കിട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മാതാപിതാക്കൾ ഓർക്കുന്നത് വളരെ നല്ലതെന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. കണ്ടില്ലേ, മകളുടെ തെറ്റായ വഴികളിലൂടെ ജീവിതമാണ്, ഇല്ലെങ്കിൽ തെറ്റായി ഒരു വഴിയിൽ പോയി പെടും എന്ന് തിരിച്ചറിഞ്ഞ് അച്ഛൻ ഉപദേശിച്ചപ്പോൾ അച്ഛനെ പോക്സോ കേസിൽ പ്രതിയാക്കി കാരാഗൃഹത്തിലാക്കിയിട്ട് കാമുകനെ മുറിക്കുള്ളിലാക്കി വിളിച്ചു കയറ്റുന്നതും, മുറിക്കുള്ളിലായിട്ട് കാമുകനെ ഒപ്പം പിടിച്ചപ്പോൾ പോലും മകൾ അച്ഛനെതിരെ നിൽക്കുകയും കാമുകനോടൊപ്പം നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മക്കളിൽ മാതാപിതാക്കൾക്കൊരു അവകാശവുമില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പ്രസവിച്ചു പോയി, നമ്മൾ വളർത്തിപ്പോയി, അവർ വളർന്നുപോയി എന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഇന്നലെ എന്നെ വിദേശത്തു നിന്ന് വിളിച്ച ഒരമ്മ വളരെ വ്യാകുലതയോടുകൂടി എനിക്ക് അവരോട് അല്പം ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നു. മുറി അടച്ചിരിക്കുന്ന ഒരു മകനെ കുറിച്ച് ഉള്ള ലക്ഷണം ഞാൻ പറഞ്ഞപ്പോൾ അമ്മ അത് ധിക്കാരപൂർവ്വം അത് ധിക്കരിച്ചു. അങ്ങനെ അല്ല എന്ന്. അവനെ മുറിയിൽ തട്ടി വിളിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു ഉപകരണമെടുത്ത് വാതിലിൽ തട്ടി വിളിച്ചപ്പോൾ മകൾ പോലീസിനെ വിളിച്ച് അമ്മയെ കാരാഗൃഹത്തിലാക്കാനായിട്ടുള്ള അവസരമുണ്ടാക്കി. ഞാൻ ചോദിച്ചു, ഇവിടെ തന്നെ ഈ നാട്ടിൽ ജീവിപ്പിച്ചാൽ പോരായിരുന്നു കുട്ടികളെ? നിങ്ങൾ വിദേശത്ത്, ഈ വിദേശം എന്നുള്ള ഒരു പരിപാടി നമ്മളൊന്ന് മതിയാക്കണം. വിദേശത്ത് വിട്ട് പഠിപ്പിക്കുക, വിദേശത്ത് വളർത്തുക, വിദേശത്തെ മൂല്യങ്ങൾ പഠിപ്പിക്കുക. വിദേശത്തെ മൂല്യങ്ങളുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സാംസ്കാരിക മൂല്യങ്ങളുണ്ടെങ്കിൽ അത് പഠിപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത്, ഭാരതം എന്ന് പറയുന്നത് ഒരു മഹത്തായ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു തലമുള്ള ഒരു രാജ്യമാണ്. ഒരു സിന്ധു നദീ തട സംസ്കാരത്തിൽ നിന്ന്, ഒരു കൃഷി സംസ്കാരത്തിൽ നിന്ന് ഉദയം കൊണ്ടൊരു വലിയ രാജ്യമാണ്. ഈ ഭാരതത്തിൽ ജനിക്കണമെങ്കിൽ, ഭാരതത്തിൽ വളരണമെങ്കിൽ, ഭാരതത്തിൻ്റെ കാറ്റടിച്ചും കാറ്റും വെയിലും ഒക്കെ കൊണ്ട് വളരണമെങ്കിൽ അതിനൊരു മൂല്യങ്ങൾ വേണം. ആ മൂല്യങ്ങൾ ഓരോ നിമിഷവും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല അർത്ഥങ്ങളിലും. അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ കടന്നുകയറ്റമോ, രാഷ്ട്രീയം വിഭാഗീയത ഉണ്ടാക്കുന്ന തരത്തിലുള്ള അത് ഭാഗം വെച്ച് ജനങ്ങളെ ഭാഗം വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടോ എന്തർത്ഥങ്ങൾ കൊണ്ടാണെങ്കിലും ഓരോ നിമിഷങ്ങൾ കഴിയും തോറും നമ്മുടെ ഭാരതം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അന്തസ്സറ്റ അറ്റുകൊണ്ടിരിക്കുകയാണ്. അത് ചിലരുടെ ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഓരോരുത്തരുടെ കയ്യിലേക്ക് പോയി ഒതുങ്ങുകയാണ്. ഇത് അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ കണ്ടില്ലേ, ക്ഷേത്രം ആരാധിക്കേണ്ടവർ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ തന്നെ ക്ഷേത്രത്തെ കൊള്ളയടിക്കുന്നു ഇല്ലേ? ഭഗവാന് കൊടുക്കേണ്ട നെയ്യ്, ശബരിമലയിൽ എന്താണ്, ഭഗവാന് കൊണ്ടുപോകുന്ന നെയ്യ് ഇടയ്ക്ക് വെച്ച് മാറ്റിയിട്ട് ആ നെയ്യ് കൊള്ളയടിക്കുന്നു, എന്നിട്ട് പകരം വിൽക്കുന്നു. എല്ലാം വിഗ്രഹങ്ങളെപ്പോലും. പക്ഷെ അവരെ ഒന്നും നമ്മൾ ഹൈന്ദവർ വിശ്വസിക്കുന്ന ദൈവിക സാന്നിധ്യങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒന്നും വിടില്ല എന്ന്, അവരുടെ വംശം തന്നെ ഇല്ലാതായി പോകും. അങ്ങനെ വംശം ഇല്ലാതായി പോകുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ വരുന്നുണ്ട് ഇല്ലേ? ഭഗവാന്റെ പണം അടിക്കുക, ഭഗവാൻ ഇതൊന്നും വേണ്ട. പക്ഷെ ഭഗവാന് ശക്തി കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ അർഹതപ്പെട്ടതുണ്ട്. അത് ഭഗവാനായി ഭക്തന്മാർ സമർപ്പിക്കപ്പെടുന്നത് എന്താണോ അതിനെ കവർന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ ശബരിമലയിലൊക്കെ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കുകയോ. നമ്മുടെ ആദരപൂർവം ഇപ്പോഴൊക്കെ അവരെയൊക്കെ തൊട്ടാലും പ്രശ്നമാണ്. കണ്ടില്ലേ, തൊടാൻ പാടില്ല. എന്തിന് മനുഷ്യനെ തൊട്ടാൽ അശുദ്ധി വരുമെന്ന് നമ്മളിപ്പോഴും വിശ്വസിക്കുന്ന അത്തരം ആൾക്കാർ ചെയ്തു കൂട്ടുന്ന ക്രൂര കൃത്യങ്ങൾ, ക്ഷേത്രങ്ങളോട് ചെയ്യുന്ന ഏറ്റവും ഹീനമായ പ്രവൃത്തികൾ നല്ലവരുമുണ്ട് കേട്ടോ. തൊട്ടാലും പ്രശ്നമൊന്നുമില്ലാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇത്തരം ആൾക്കാർ, ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു. വിദേശീയർ വന്ന് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കള്ളന്മാർ കൊള്ളയടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ആരാണോ പുണ്യാഹം നടത്തുന്നത് അവർ തന്നെയാണ് ദേവൻ്റെ മുതൽ കൊള്ളയടിച്ച് ജയിലിൽ കിടന്ന് കാരാഗ്രഹവാസം അനുഭവിക്കുകയാണ്. നമ്മുടെ പ്രസിഡൻ്റൊക്കെ, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊക്കെ കണ്ടില്ലേ, വലിയ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ജയിലിൽ കിടക്കുക, വലിയ വീടുകൾ വെക്കുക, എന്നിട്ട് അവിടെ താമസിക്കാൻ കഴിയുന്നുണ്ടോ?
അത്തരത്തിൽ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തിൽ ഓരോ നിമിഷവും. അല്ലേ, കാശിയിൽ കൊള്ളയടിച്ച് കണ്ടില്ലേ, കോടികൾ അതെല്ലാം ഇങ്ങനെ നനഞ്ഞ പഞ്ഞി പോലെ ആയിത്തീരും ഓരോ ദിവസം കഴിയും തോറും. നമുക്കൊക്കെ വ്യസനിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അല്ലേ, എല്ലാം കൊള്ളയടി എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ ഇലക്ഷൻ്റെ കാര്യത്തിൽ തന്നെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഹൈന്ദവർക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്നത് തന്നെ കൊള്ളയടിക്കപ്പെടുന്നു. ഏത് ഹൈന്ദവരെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? അല്ലേ, അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം സംരക്ഷിക്കാനും അതിനോട് ആത്മാർത്ഥമായി സഹകരിക്കുന്നതും നിലനിർത്തുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു ചെറിയ വിഭാഗം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് പാലിൽ ഒരു തുള്ളി വിഷം മതി എന്ന് പറഞ്ഞ പോലെ ഈ മഹത്തായ ഓരോ പ്രസ്ഥാനങ്ങളിലകത്തും ഇങ്ങനെ ഓരോരുത്തർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നിൽക്കുന്ന മണ്ണിനെ വരെ വിൽപ്പന ചരക്കാക്കി എന്താണ് നേടുന്നത്? പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുമോ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളൊരു സത്യം ഈ ശരീരം പോലും നമ്മളെവിടെ ഇട്ടിട്ടേ പോവുകയുള്ളൂ. നമ്മൾ പോകുന്നത് പോലും ഈ ശ്വാസം, മുകളിലേക്ക് പോകുന്ന ശ്വാസം താഴേക്ക് വന്നാൽ മാത്രമേ നമ്മൾ ജീവിച്ചിരിക്കുന്നു. അങ്ങനെ ബോധം ആർക്കും ഇല്ല. നമ്മൾ അറിയാതെ തന്നെ ശ്വസിക്കുന്നു. ആ ശ്വാസം പ്രപഞ്ചത്തിൽ നിൽക്കുന്നു. പ്രപഞ്ചം ഇത് സാക്ഷിയാക്കുന്നു. അന്യൻ്റെ മുതൽ കൊള്ളയടിക്കുകയും നമ്മളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട, നമ്മൾ ശക്തി കൊടുക്കുന്ന വിഗ്രഹങ്ങളിൽ ഭക്തന്മാർ കൊടുക്കുന്ന ആ ഭക്തിപൂർവം കൊടുക്കുന്നതൊക്കെ തന്നെ കൊള്ളയടിക്കപ്പെടുന്നവർക്ക് ഈശ്വരൻ കൊടുക്കുന്ന ശിക്ഷ, അത് ഭഗവാന് വേണ്ടിയിട്ടല്ല, നീ കാലം കൊടുക്കുന്ന ശിക്ഷയാണ്, കാലൻ കൊടുക്കുന്ന ശിക്ഷ. അതൊന്നും തലമുറക്കാർക്ക് പോലും അനുഭവിക്കാൻ പറ്റൂല. കണ്ടില്ലേ, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊക്കെ കാറി കയറി വലിയ രാജാവായിട്ട് നടന്നിട്ട് എന്താണ്, കാലം കഴിഞ്ഞപ്പോൾ കാരാഗൃഹവാസം, അവരുടെ ആ സമയം അങ്ങോട്ട് മാറുമ്പോൾ കാരാഗൃഹവാസം. അപ്പം ഒരാൾ കാരാഗൃഹവാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിരപരാധികളും അങ്ങനെ നിരപരാധികൾ കാരാഗൃഹവാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, തെറ്റ് ചെയ്യാത്തവരെ കാരാഗൃഹവാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതിന് കാരണക്കായവർക്ക് 3 ജന്മം വികലമായി എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് 2 കാൽമുട്ടുകളും നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇരുന്ന് നിരങ്ങും എന്നാണ് ഗരുഡപുരാണം. ഗരുഡപുരാണത്തിലെ ഓരോരുത്തരും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ അനുഭവിക്കേണ്ടി വരുന്ന വിപത്തുകളെക്കുറിച്ച് ഫലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കൊട്ടാരക്കര ഭാഗത്ത് നിന്ന് ഒരു വലിയ കുടുംബം വന്നിരുന്നു. അവർക്കൊരു അമ്പലമുണ്ട്. അവർക്ക് ഒരു പൂർവികമായിട്ട് വെച്ച് ആരാധിച്ച് വന്നിരുന്ന ഒരു ക്ഷേത്ര സംവിധാനം ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത്, നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിലേക്ക് പിന്നെ 7 ലെയറുണ്ട്. അത് കമ്പലൻ എന്ന് പറയുന്ന നാഗരാജാവ് താങ്ങുന്നതാണ് ഭൂമി. അതുകൊണ്ടാണ് പരശുരാമ മഹർഷി കമ്പലനാഗത്തിന് ഭൂമി പതിച്ചു കൊടുത്തത്. അപ്പം നമ്മൾ ഈ പാതാളത്തിലേക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ റഷ്യയിലങ്ങാണ്ട് ഇങ്ങനെ ഈ താഴോട്ട് ചെല്ലുമ്പോൾ അവിടെ ജനങ്ങളുടെ ആർപ്പുവിളികൾ കേൾക്കുന്നു എന്നാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഇവരുടെ ഈ മിഷൻസ് താഴോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അത് ഉരുകിപ്പോകുന്നു. അങ്ങനെ ഒരു ക്യാമറയിലൂടെ ചെല്ലുമ്പം ജനങ്ങളിങ്ങനെ നിന്ന് ഈ അസ്ഥികൂടങ്ങളിൽ നിന്ന് നിലവിളിക്കുന്ന ഒരു ദൃശ്യം അവർക്ക് കിട്ടി എന്നുള്ളതാണ്, റഷ്യയിലെ ഏതോ ഒരു ഭാഗത്ത്. അപ്പോൾ അപ്പോൾ ഞാൻ ഈ പറയുന്നതിനകത്ത് നമ്മൾ ഈ പാറ പൊട്ടിക്കുന്നവർ വളരെ ദുരിതം അനുഭവിക്കേണ്ടി വരും. ഇവിടെ 3ാമത്തെ തലമുറ അത് അനുഭവിക്കാൻ പറ്റൂല. ഭൂമിയുടെ സ്വത്തുക്കൾ വെട്ടിക്കുഴിച്ചെടുക്കുകയും പാറ ഭൂമിയുടെ അല്ലേ, ആ ഭൂമിയുടെ സ്വത്തുക്കൾ, ഭൂമിയുടെ പ്രത്യേകിച്ച് പാറക്കെട്ടുകൾ, പാറമേടുകൾ പൊട്ടിച്ചെടുക്കുന്നത്, ഒരു വെടിമരുന്ന് വെക്കുമ്പോൾ ഭൂമിയുടെ 300 കിലോമീറ്റർ അകലുള്ള ഒരു ദേവസ്ഥാനത്തിന് വിഘ്നമുണ്ടാവും എന്നാണ്. എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ എന്ത് ആഘാതത്തിലാക്കാണ് അതിൻ്റെ താഴേക്ക് വെടിമരുന്ന് നിറച്ച വെടിവെക്കുമ്പോൾ ഇത് നേരെ താഴോട്ട് പോയിട്ട് 300 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു ദേവസ്ഥാനത്തിന് ഉണ്ടാക്കുന്ന ആഘാതം ഈ ചെയ്യുന്ന ആളിൻ്റെയും ചെയ്യിപ്പിക്കുന്ന ആളിൻ്റെയും ദോഷം വരും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ക്വാറി കമ്പനികൾ നടത്തിയത് ഉള്ളവരുടെയൊക്കെ പിന്നീട് 3 തലമുറ കഴിഞ്ഞവരൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട്. വളരെ ദോഷകരമായിട്ടുള്ള അവസ്ഥകളിലേക്കാണ് പോവുക. അല്ലേ, ഇതിനൊന്നും പരിഹാരമില്ല. ഈ പൂജ പരിഹാരങ്ങളെന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, നടക്കൂല. അത് ചെയ്യാൻ പറ്റുന്നത് തന്നെ വളരെ അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, പിതൃത്വ ദോഷങ്ങളൊക്കെ തീർക്കാൻ പറ്റും. അല്ലാതെ പൂജാതി പരിഹാരങ്ങളെന്നൊക്കെ പറയുന്ന പൂജ കൊണ്ട് കാരണവന്മാരുണ്ടാക്കി വെച്ചതോ നമ്മളായിട്ടുണ്ടാക്കി വെച്ചതോ ആയിട്ടുള്ള ദോഷങ്ങൾക്കെല്ലാം, എന്നാൽ പിന്നെ എല്ലാവരും ഇതൊക്കെ തോന്നിവാസം കാണിച്ചിട്ട് പൂജ പരിഹാരം ചെയ്താൽ പോരെ. 6-1 പരിഹാരം ചിലപ്പോൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ധനനഷ്ടം തന്നെയാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. ഇല്ലേ, ഞാൻ ഈ അച്ഛനമ്മമാരെ കുറിച്ച് പറഞ്ഞു വന്നത് ഒരുപാടുണ്ട്. എന്തായാലും കൊട്ടാരക്കരയിൽ നിന്ന് ആണ് അവർ വന്നത്. അവർക്കൊരു കുടുംബ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ നടത്താൻ പറ്റാത്തത് കൊണ്ട് അവരത് എവിടോട്ടെങ്കിലും മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചു. മാറ്റി എവിടെയെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടിരുത്തുക, ഇത്
ഒരു വലിയ അബദ്ധമാണ്. ഒരു കാര്യം, പൂർവികർ നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ, തെക്കതുകൾ, ഇതിനെയൊക്കെ മാറ്റിക്കൊണ്ടു പോവുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു തീരുമാനം പറയുന്നവൻ്റെ അടുത്ത ജന്മം അവന് നാവുണ്ടാവില്ല ജനിക്കാൻ. ചെവി കേൾക്കാതെയും നാവ് പൊങ്ങാതെയും ജനിക്കും ആദ്യം ഇത് തുടങ്ങുന്ന ആൾ. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പാടില്ല. ഇവിടെ ആർക്കും ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഒരാൾക്ക് പോലും ഒരു സാധനവും ആവാഹിച്ച് മാറ്റാൻ പറ്റൂല. അത് വെറുതെയാണ്. ഇന്നത്തെ വലിയ ആൾക്കാർ വന്ന്, വലിയ പണ്ഡിതന്മാരൊക്കെ വന്ന് രാശിയൊക്കെ വെച്ച് ആവാഹിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ, ഒരാൾക്കും ഒരു ദേവക്ഷേത്രങ്ങളും ദേവസംവിധാനങ്ങളും ഒരു തെക്കതിലെയും ഒരു ദേവിയെയും ഒരു ശക്തിയെയും ആവാഹിച്ച് എങ്ങോട്ടും കൊണ്ടുപോയി ഇരുത്താൻ പറ്റൂല. ഇത് ഒരു അബദ്ധമാണ്. ഇത് തെറ്റായ തീരുമാനങ്ങളാണ് അങ്ങനെ കൊണ്ടുപോയി എന്നുള്ളത്. ആവാഹിച്ചുകൊണ്ട് പോവുക എന്നുള്ളൊരു സംവിധാനം നമ്മുടെ കേരളത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിന് വംശനാശം ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. നമ്മുടെ അടുത്ത് വരുന്നതല്ലേ, ഇതില്ലാത്ത കാര്യമല്ലല്ലോ ഞാൻ പറയുന്നത്. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് അതിനകത്തൊരു ഞാൻ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം വന്ന് ആവാഹിച്ച് മാറ്റിയെന്ന് മാത്രമല്ല, അതിൻ്റെ അടുത്ത് നിന്ന മരങ്ങൾ, പനയാണെങ്കിലും പാലയാണെങ്കിലും അത് വെട്ടി മുറിച്ചേക്കെന്ന് പറയും. എന്തൊരു വിവരക്കേടാണ് ഈ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. ഒരു ദേവഭൂമിയിൽ വളരുന്ന, ദേവസന്നിധിയിൽ വളരുന്ന ഒരു തെക്കതിൻ്റെ ഭാഗത്ത് ശക്തിയായിട്ട് വിളക്ക് കാണിച്ച് ശക്തി കൊടുത്ത് 2-3 തലമുറ കഴിഞ്ഞ് ഭൂമിയോട് ആകർഷണം വരികയും, അല്ലെങ്കിൽ ഭൂമിയോട് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി ഒരാളെങ്കിലും ഇഷ്ടക്കേട് വരികയും ചെയ്താൽ, ഇതിനെ എടുത്ത് മാറ്റാൻ ഏതെങ്കിലും തിരുമേനിയും കുറച്ച് പണ്ഡിതന്മാരും കൂടെ വന്ന് കിലുക്കിയിട്ട് പറയും ഇതെല്ലാം നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞ് ഒരു തുകയും പറഞ്ഞ് ഇതിനെയെല്ലാം മാറ്റി അങ്ങ് കൊണ്ടുപോയി നോക്കുമ്പോൾ എല്ലാം ഉത്തമമായി എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് അപമൃത്യു ഉണ്ടാകുക, സ്ത്രീകൾക്ക് ദുരിതമുണ്ടാകുക, സന്താനങ്ങൾക്ക് ജോലി സാധ്യത കൊണ്ട് മാത്രമല്ല രോഗദുരിതങ്ങൾ ഉണ്ടാകുക, പിന്നെ സന്താനങ്ങളില്ലാതെ കുടുംബം നശിക്കുക. ഇത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് പേരുടെ ക്ഷേത്രവും തെക്കതും നശിപ്പിച്ചു കളഞ്ഞ, ക്ഷേത്രഭൂമി അപഹരിച്ചു കൊണ്ടുപോയിട്ടുള്ള അവരുടെയൊക്കെ വംശം എല്ലാം കൈകാലുകൾ മുറിക്കപ്പെടുകയും ദുരിതപ്പെട്ട് അനുഭവിക്കുകയും ശ്വാസം തടസ്സമുണ്ടാകുകയും ദുർബലപ്പെട്ട് കിടക്കുകയും ചെയ്യും. ഇവിടെ ഒരാൾക്കും, ഒരു വലിയ പണ്ഡിതനും ഒരു വലിയ മന്ത്രവാദിക്കും ആവാഹിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ടുള്ള ചരിത്രം ഉണ്ടെങ്കിൽ അതെല്ലാം പിന്നെ ദുരിതപ്പെട്ടു പോയിട്ടുണ്ട്. നാഗത്തിനെ എടുത്ത് ഞാൻ അവിടെ കൊണ്ടുവച്ചു, അവിടെ ദേവിയെ എടുത്ത് ഞങ്ങൾ അപ്പുറത്ത് കൊണ്ടുവച്ചു എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിൽ പിന്നെ ആര് താമസിച്ചാലും അംഗവൈകല്യങ്ങൾ ഉണ്ടാകുക, ബുദ്ധിക്ക് സ്ഥിരതയില്ലാതെ ഉണ്ടാകുക. ആ ഭൂമിയിലെ ഒരു മണ്ണ് അത് കെട്ടിത്തിരിച്ച് അവിടെ ഇട്ടേക്കുക. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ച് അവിടെ വയ്ക്കാനായിട്ടുള്ള സംവിധാനമാണ് വേണ്ടത്. എന്തോരം ആൾക്കാരാണ് ദുരിതപ്പെട്ട് വരുന്നത്, ആവാഹിച്ച് മാറ്റി പോലും. അങ്ങനെയുള്ള മിടുക്കന്മാരെയൊന്നും എൻ്റെ ഈ 63 വയസ്സായി, ഡിസംബർ 64 വയസ്സാകാൻ പോകുന്നു, ഞാൻ കണ്ടിട്ടില്ല. ആവാഹിച്ചുകൊണ്ട് പോയവന്മാരെല്ലാം കിടന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ വെറുതെയാണ്. എല്ലാം മരങ്ങളും കൂടെ വെട്ടിപ്പിക്കും. ഏത് ഈ ദേവക്ഷേത്രങ്ങൾക്ക്, ദേവസംവിധാനങ്ങൾക്ക് തണലായി നിന്ന മരങ്ങൾ, പനയാണെങ്കിലും പാലയാണെങ്കിലും മുറിച്ചോളാനാണ് പറഞ്ഞത്. അത് മുറിച്ച് കളഞ്ഞേക്ക്. ജീവനുള്ളത് മാത്രമേ വളരുള്ളൂ എന്നുള്ള ഒരു സത്യം ഞാൻ പറഞ്ഞില്ലേ. ഒരു മരങ്ങളും വളരാൻ പാടില്ല. എൻ്റെ അടുത്ത് 2 ദമ്പതിമാർ വരുന്നു, നല്ല മനുഷ്യരാണ്. അവർക്ക് അറിവില്ലായ്മ കൊണ്ടോ ആരോ പറഞ്ഞു കൊടുത്തത് കൊണ്ടോ അവരുടെ ആ ഒരു ദേവഭൂമിയിൽ ഒരു മാവ് നിന്നിരുന്നു. ആ മാവിൻ്റെ മാവ് മണക്കുമ്പോൾ തന്നെ, പഴുക്കുമ്പോൾ തന്നെ മണമുണ്ടാകും. ധാരാളം കിളികൾ, പക്ഷികൾ വരും. എന്ത് കാരണങ്ങൾ കൊണ്ടോ അവരത് വെട്ടിമുറിച്ചു. ഇതിൽ കൂടുതൽ ദുരിതമുണ്ടോ? അല്ലേ? പക്ഷികൾക്ക് ഭക്ഷണം, അവർക്ക് ഭക്ഷണമുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാവുള്ളൂ. നമുക്ക് കിട്ടുന്നത് അവർ കഴിച്ചതിൻ്റെ ബാക്കിയാണ്. അണ്ണാനാണെങ്കിലും വവ്വാലാണെങ്കിലും ഇവർക്കെല്ലാം പറഞ്ഞിട്ടുള്ള ഭക്ഷണം പ്രപഞ്ചത്തിൽ നിന്ന് പ്രകൃതി കൊടുക്കുന്നതാണ് അവർക്ക്. അത് കഴിഞ്ഞിട്ടുള്ള കുറേ നമുക്ക് കിട്ടും. അത് മഹാദുരന്തമായിട്ട് മാറിയെന്നുള്ളതാണ്. നല്ല മനുഷ്യർ, ഒരു കുഴപ്പമില്ല. ഞാൻ എന്ത് പറയാനാണ്? അതിൽ ആ അമ്മയുടെ ഞാൻ അപ്പം ചോദിച്ചു, ഇങ്ങനെ ഒരു കാക്ക വന്ന് അമ്മയെ ഇങ്ങനെ നോക്കിയിരിക്കും. ചില ദിവസം ഭക്ഷണം കൊടുക്കുമ്പോൾ കഴിക്കും, ചില ദിവസം കഴിക്കില്ല. 3 പ്രാവശ്യം ഇങ്ങനെ ചാടിയിട്ട് പറന്നു പോവില്ലേ എന്ന് പറഞ്ഞു. അവരുടെ കണ്ണ് നിറയണത് ഞാൻ കണ്ടു. അപ്പോൾ പിതൃക്കൾ നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിൽ മാത്രമല്ല ഞാൻ ഈ പറയുന്നത്. ഇത് പറയുമ്പം എന്നെ ഇതിനകത്ത് ചീത്ത പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.
ഞാൻ ഇന്നും മുറിപ്പാലത്തടി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ഫലങ്ങൾ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ 15 പേരെ നോക്കുന്നുള്ളൂ. 45 പേരെ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഞാൻ 15 പേര് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ചെവിക്ക് 1 മണിയാകുമ്പോൾ എൻ്റെ ചെവി കംപ്ലീറ്റ് ആയിട്ട് അത് കേൾക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഞാൻ 15 പേരെ നോക്കുന്നുള്ളൂ. ഇനിയിപ്പം 19-ാം തീയതി ഒഴിച്ച് 20-ാം തീയതി വരെയുണ്ട്, 19-ാം തീയതി മാത്രമേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ നിസ്സാരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഇതൊന്നുമില്ല നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. ഒരാൾ പറഞ്ഞ പോലെ, സ്വാമി ഞാൻ രാത്രിയാകുമ്പോൾ കിടക്കുമ്പോൾ എൻ്റെ കട്ടിലിങ്ങനെ പൊങ്ങുന്നതായിട്ട് തോന്നുകയാണ്. ഞാൻ അങ്ങനെ പൊങ്ങും സ്വാമി, എനിക്കറിയാൻ വയ്യ. ഈ കട്ടിലിങ്ങനെ പൊങ്ങി വന്നിട്ട് അതിങ്ങനെ വട്ടം കറങ്ങുന്നതായിട്ട് എനിക്കങ്ങ് തോന്നുവാണ്. എനിക്കപ്പോൾ തല ചുറ്റും. ഞാൻ ചോദിച്ചു, ഈ വീട് ആരുടെയാണ്? ഇത് നല്ല പഴക്കമുള്ള വീടാണ് സ്വാമി. ഇതെപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, എപ്പോഴാണ് സംഭവിക്കുന്നത്? അത് ചൊവ്വയോ വെള്ളിയോ ആണ്, ഇല്ലെങ്കിൽ അമാവാസി രാത്രികളിലോ. ഞാൻ കിടക്കണ കട്ടിലിങ്ങനെ പോകും. ഞാൻ താങ്കൾ കല്യാണം കഴിച്ചു. എന്നിട്ട് ഭാര്യ എന്ത് ചെയ്തു? ഭാര്യ പിരിഞ്ഞുപോയി. അതെന്തുകൊണ്ടാണ് പിരിഞ്ഞു? ഈ കട്ടിലിൽ തന്നെ നിങ്ങൾ കിടന്നത്? അതെ, ഈ കട്ടിലിൽ തന്നെയാണ് കിടന്നത്. എന്ത് കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞു പോയി? അത് അവൾക്ക് മെൻ്റലി ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഒരാളുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ പിന്നെ ദുബായിലൊക്കെ പോയിട്ടൊന്ന് എനിക്ക് പ്രായമായി, ഒരാളെ വേണമെന്ന് തോന്നി. ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾക്ക് മെൻ്റലി മരുന്നൊക്കെ കഴിച്ചതാണ്. പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട് കല്യാണം കഴിച്ചു. അവൾ ഈ കട്ടിൽ കിടക്കുമ്പോൾ അവൾ പറഞ്ഞാൽ അവളെ ഞാൻ പൊക്കിയെടുക്കണമെന്നാണ്. ഞാൻ പറഞ്ഞു, എങ്ങനെ പൊക്കി? ഞാൻ ഈ കട്ടിലോടുകൂടി ഞാൻ അവളെ പൊക്കിയെടുത്ത് അവളെ പേടിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവളെ എന്നെ ഇട്ടിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കട്ടിൽ കൊള്ളാമല്ലോ. അപ്പം ഈ കട്ടിൽ എത്ര പഴക്കമുണ്ട്? ഞാൻ നോക്കുമ്പോൾ 10-100 വർഷം പഴക്കമുള്ള ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത കാരണവർ നടന്ന അയാൾ ആരായിരുന്നു? അയാളൊരു തന്ത്രമാന്ത്രികങ്ങളുമൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഞാൻ പറഞ്ഞു, അത് കത്തിച്ചു കളയാനൊന്നും പറ്റില്ല. നിങ്ങളെ കട്ടിൽ ഉപയോഗിക്കാതെ അവിടെ വല്ല തട്ടുംപുറം ഉണ്ടെങ്കിൽ ഈ കട്ടിലിനെടുത്ത് മോളിൽ കൊണ്ടിടുക. കാരണം അത് മാന്ത്രിക സ്പർശമുള്ള, മാന്ത്രിക ശക്തിയുള്ള കട്ടിലാണ്. ഈ കട്ടിലിൽ കിടന്നുകൊണ്ട് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ പാടില്ല. അതുകൊണ്ട് അത് പവിത്രമായ സാധനം. അപ്പോൾ അതെന്ത് ചെയ്യും സ്വാമി? പിന്നെ അതിനെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വലിയ കടഞ്ഞെടുത്ത കാലും കട്ടിലും ഒക്കെ ഇല്ലേ? അത് പണ്ട് കാലത്തുള്ളത് അങ്ങനെയാണല്ലോ. അതെ, അപ്പം നിങ്ങൾക്ക് വേറെ ഒരു കുഴപ്പമില്ല. അപ്പം ഞാനിത് മാറ്റിയിടാനായിട്ട് പറഞ്ഞു. അല്ലാതെ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ശാസ്ത്രത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും ചന്ദ്രൻ മനുഷ്യനിൽ ഇറങ്ങിയതിനെക്കുറിച്ചും ആ ചന്ദ്രനിൽ മനുഷ്യൻ പോയി ഇറങ്ങി അതിൻ്റെയൊക്കെ ഷൂട്ട് ചെയ്ത് ഇനിയിപ്പോൾ സൂര്യനിലും ഒക്കെ പോവും, എല്ലാം ഒക്കെ ചെയ്യുമെങ്കിലും ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നിലനിൽപ്പുണ്ട്, ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കണയാൻ പാടില്ല അല്ലേ. ഞാനിപ്പം അച്ഛനമ്മമാരെ അനുസരിക്കാത്ത മക്കളിൽ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഒരുപാട് വിഷയങ്ങളാണ്. എനിക്ക് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. മക്കൾ, ഒരമ്മയാണെങ്കിൽ എന്നെ എപ്പോഴും കാണാൻ വരും. ആ അമ്മയുടെ മകൻ നല്ല ജോലിയുണ്ട്, ഇപ്പം മുറിക്കകത്ത് കയറിയിരിക്കുവാണ്. അമ്മയോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ നോക്കാൻ പറ്റില്ല. നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തു. അവരെ ഭർത്താവ് മരിച്ചുപോയി, നിങ്ങളെ എനിക്ക് നോക്കാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അതുവരെ വളർത്തി വലുതാക്കി ഒരു മകളാണെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ആ കല്യാണം നടത്തിയാൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് അവൾക്കും അവർ ബുദ്ധിമുട്ടാകും. നല്ലൊരു സ്ത്രീ, ദൈവാഹി എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ, വിധി എന്ന് 2 അക്ഷരത്തെ ഞാൻ പറയും. മക്കൾ നോക്കാൻ പറ്റൂല്ല എന്ന് ഒരമ്മയുടെ ഭർത്താവ് മരിച്ചുപോയ ഒരു വിധവയുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പം ജീവിതത്തിൻ്റെ മുമ്പിൽ അവർ സ്തംഭിച്ച് നിന്നുപോകും. നമുക്കെല്ലാം ഇതൊരു പാഠമാണ്. മക്കളെയും മാമ്പൂക്കളെയും കൊണ്ട് കൊതിക്കരുത് എന്ന് പഴയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടില്ലേ, എപ്പോൾ വേണമെങ്കിലും പൊഴിഞ്ഞു പോവും എന്ന് വെച്ചാൽ സ്നേഹമുള്ള മക്കളുണ്ടല്ലോ. ഒരാളെന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ അദ്ദേഹം ഇറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഒരു മുണ്ട് ഓണത്തിന് വാങ്ങിച്ചു കൊടുത്തോളൂ. സ്വാമി ഒരു വിളി തിരിച്ചെൻ്റെ അടുത്ത് വന്നു, സ്വാമി എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും. അങ്ങനെയുള്ള മക്കളും ഉണ്ട്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങളൊരു മുണ്ട് മേടിച്ച് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തോളൂ. അല്ല സ്വാമി, എൻ്റെ അമ്മയുടെ ജീവിതത്തിന് എന്തെങ്കിലും ആപത്ത് വരുമോ സ്വാമി? അങ്ങനെയുള്ള മക്കളും ഇപ്പോഴും ഈ ഭൂമിയിലുള്ളതാണ്. ഭൂമിയുടെ അച്ചുതണ്ടിൽ ഇതിങ്ങനെയും കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്നേ ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ അതിൻ്റെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കാല് വെച്ച് അതിൻ്റെ ഭ്രമണം നിലപ്പിച്ചേക്കണേ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളിൽ കുറച്ച് പേരെങ്കിലും ഈ ഭൂമിയിലുണ്ട്. അമ്മ എന്ന് പറഞ്ഞാലും അച്ഛനെന്ന് പറഞ്ഞാലും സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, അവരുടെ ശ്വാസം സ്വന്തം ശ്വാസമായിട്ട് കാണുന്നത്. അമ്മയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുന്ന മക്കൾ, പെൺമക്കളല്ല കേട്ടോ, പെൺമക്കൾ വളരെ കുറവാണ്. ചില അമ്മമാരുണ്ട്, അവരൊക്കെ അമ്മയെന്ന് സ്വന്തം മക്കളെ ശപിക്കുന്ന, സ്വന്തം മക്കളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന, വളർത്തി വലുതാക്കിയ മക്കൾ നല്ല മക്കളാണ്, നല്ല ആയിട്ട് അച്ഛനും അമ്മയും പരിചരിക്കുന്ന മക്കളെപ്പോലും
ക്രൂരമായി ചിന്തിക്കുന്ന ചില അമ്മമാർ, ഇവരെയൊക്കെ അമ്മ നമ്മളെങ്ങനെയെന്ന് വിളിക്കുന്നു. എനിക്ക് തോന്നുന്നു മാനസികമായിട്ടുള്ള വല്ല തകരാറുകളും കാണും ഇതിനൊക്കെ. ഓരോരുത്തർ പറയുന്നത് കേട്ടാൽ കരയുവാണ് അമ്മയെക്കുറിച്ച് ഓർത്തിട്ട്. എന്തുകൊണ്ടാണ് ഈ അമ്മ ഇങ്ങനെ പെരുമാറുന്നത് ഇല്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് വിധിയാണ്. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ഞാൻ ചോദിക്കുന്നത്, നമ്മളൊക്കെ എത്ര കാലമാണ്? നമ്മൾ ഇന്നും നാളെയൊക്കെ ഉണ്ടാകും, അടുത്ത നിമിഷം ഉണ്ടാകും എന്നുള്ളതിനൊക്കെ എന്താണ് ഉറപ്പ്? ഉറപ്പില്ലാത്തതാണ്. കാരണം മരണമെന്ന് പറയുന്ന അവസാനം വരുന്ന അതിഥി, നമ്മുടെ ജീവിതത്തിൽ അവസാനം ഒരു അതിഥി വരും. സൂര്യ പരമേശ്വര മതിയായി, ഇനി DNA നീ പ്രോഗ്രാം ചെയ്യേണ്ട, എഴുന്നേറ്റ് വന്നോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കസേരയിൽ നമ്മളിരിക്കും, നമ്മളെ പ്രാണനും കൊണ്ട് അവൻ പോവും. അത് എല്ലാ മനുഷ്യനും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും, നമ്മൾ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും, ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും, എപ്പോഴാണോ ആ അവസാനം വരുന്ന അതിഥി നമ്മളെ കാത്തു വരുന്നത്, ആ സമയത്ത് നമ്മൾ പോയേ പറ്റൂ. നമ്മളെപ്പോഴും വിചാരിക്കും നമ്മൾ കുറേ കാലം ജീവിച്ചിരിക്കും, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും അല്ലേ? ഞാനതുകൊണ്ട് ഇപ്പം പുസ്തകങ്ങൾ രാവിലെ എഴുന്നേറ്റ് എഴുതും. കാരണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് എഴുതാൻ പറ്റുന്ന കാലത്തോളം എനിക്കത് എഴുതുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ. ഇപ്പം ടീച്ചർ പറയും എനിക്ക് ദിഗംബരൻ എന്ന് പറയുന്ന സിനിമ കാണണം, ആരാച്ചർമ്മ എന്ന് പറയുന്ന ആരാച്ചറുടെ മകൾ എന്ന് പറയുന്ന സിനിമ കാണണം സ്വാമി. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ നമ്മൾ വിധിക്ക് വിട്ടുകൊടുക്കുക. അതൊക്കെ നമ്മൾ വർക്ക് ചെയ്തു, നമ്മൾ തിരക്കഥ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ദൈവത്തിന് സമർപ്പിക്കപ്പെടണം. നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കപ്പെടാനുള്ളതാണ്. നമുക്ക് ആർക്കെങ്കിലും നമുക്ക് ജീവിതം, നമ്മളിപ്പം ഭാര്യ ഭർത്താവിനും ഭർത്താവിന് ഭാര്യയ്ക്കും ജീവിതം സമർപ്പിക്കപ്പെടാം അല്ലേ? പരസ്പരം പരിചയമില്ലാത്ത രണ്ടുപേരും തമ്മിൽ വിവാഹിതരായി, അവർ രണ്ടുപേരും സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു, അവർ അടുത്ത കുട്ടികളുണ്ടായി, പിന്നെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു, പിന്നെ കൊച്ചുമക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് സമ്പാദിക്കുന്നു, അവർക്ക് വേണ്ടി നമ്മൾ എല്ലാം കരുതി വയ്ക്കുന്നു. ആ കരുതലുകൾ ചില മക്കൾ അച്ഛനമ്മമാർക്ക് വേണ്ടി അച്ഛനും അമ്മയ്ക്കും എതിരെ കേസ് കൊടുക്കണം. മക്കൾ അവർക്ക് എന്ത് അവകാശം? വേണമെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കണം. പൂർവികരുടെ സ്വത്ത് തരണം നിർബന്ധമൊന്നുമില്ലല്ലോ. നിനക്ക് ജീവിക്കാനുള്ള യോഗ്യത, നീ ഭൂമിയിൽ നിനക്ക് ആരോഗ്യത്തോടുകൂടി ഭൂമിയിലുണ്ടെങ്കിൽ നീയും നിൻ്റെ കുടുംബവും നീ കഷ്ടപ്പെട്ടുണ്ടാക്കി വീട് വെച്ച്, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരു കുടുംബ സ്വത്തും വേണ്ടാന്ന് വിചാരിച്ചിട്ട് സ്വന്തമായിട്ടുണ്ടാക്കണം. ഭൂസ്വത്തിന് വേണ്ടി മാതാപിതാക്കളെ കോടതിയിൽ കയറ്റുകയും, ഭൂസ്വത്തിന് വേണ്ടി പരസ്പരം കലഹിക്കുകയും, ഭൂസ്വത്തിന് വേണ്ടി കലാപങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ജീവിതത്തിൻ്റെ അവസാന കാലം എന്ന് പറഞ്ഞാൽ ശൈശവവും ബാല്യവും കൗമാരവും ഒക്കെ കഴിഞ്ഞ് വാർദ്ധക്യം തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാവുമ്പോൾ ദുരിതങ്ങൾ, മഹാദുരിതങ്ങളും മഹാദുഃഖങ്ങളും വന്നു ചേർന്ന് അവർ ജീവിതത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട കഷ്ടപ്പാടിലേക്കാണ്. ഒരു തെറ്റുകൾ പോലും നമ്മൾ ചെയ്യാതിരിക്കുക, അന്യൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ ശ്രമിക്കാതിരിക്കുക, പറയുന്ന വാക്ക് വ്യവസ്ഥകളോടുകൂടി ജീവിക്കുക അല്ലേ? ആ അപമാനവും അപഖ്യാതിയൊക്കെ ഉണ്ടാക്കി മറ്റുള്ളവനെ നശിക്കണം, നീ കണ്ടോളൂ, നീ നശിക്കാൻ പോണത് കണ്ടോളൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. നീ നശിക്കും, നീ ഇപ്പം നശിക്കും, നീ നോക്കിക്കോ, നിനക്ക് എന്താ വരാൻ പോകുന്നതെന്ന് കണ്ടോളൂ എന്ന് അവർ നമ്മളാൽ സഹായിക്കപ്പെട്ട ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ആരോ കാണണമെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്ന ഒരാളുണ്ട് അല്ലേ? ആ തീരുമാനിക്കുന്ന ആൾ ഒരു തീരുമാനിച്ചിട്ടുണ്ട് ആരെപ്പോൾ എങ്ങനെ കാണണം എന്നുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഞാൻ പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ജീവിതത്തോട് മുമ്പിലോട്ട് പോയാൽ മാത്രമേ വിശ്വാസവഞ്ചനയില്ലാതെ, വിശ്വസിച്ചവനെ ചതിക്കാതെ ഒക്കെ നമ്മൾ സന്തോഷത്തോടുകൂടി മുമ്പിലോട്ട് പോയാൽ നമുക്ക് ഒരു ജീവിതം ഉണ്ടാകും. ഒരാൾ രണ്ടുപേരും തമ്മിൽ പാർട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങി, പാർട്ണർഷിപ്പ് സൗഹൃദത്തിൻ്റെ പേരിൽ ഒരാളെ വെറുതെ പാർട്ണർഷിപ്പാക്കി. അപ്പോൾ വെറുതെ പാർട്ണർഷിപ്പാക്കിയപ്പോൾ ആരാണ്ട് ഒന്നും കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഭാര്യ കൈ കിടന്നൊരു വള ഊരി കൊടുത്ത് ഇത് പാർട്ണറാക്കിക്കോളാൻ വെച്ചാളം പറഞ്ഞു. പക്ഷേ മറ്റേയാളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാതെ ആ വിശ്വാസ്യതയെ മുഴുവൻ മുതലെടുത്തുകൊണ്ട് ഒരു വള കൊടുത്തുകൊണ്ട് കോടികൾ സ്വന്തമാക്കിയിട്ട് ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാത്ത മനുഷ്യരുണ്ട്. ഒരു അരപ്പവൻ്റെ വള കൊടുത്തിട്ട് സൗഹൃദപൂർവ്വം നീയും കൂടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ഇരുത്തിയതാണ്. എഗ്രിമെൻറ്റിനകത്ത് പേര് ചേർത്ത് ശരി പാർട്ണർഷിപ്പിൽ തുടങ്ങാം. ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങാതെ എന്താണ് കൊടുക്കുക, മറ്റേ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അങ്ങനെയുള്ള മനുഷ്യരും ഈ ലോകത്തുണ്ട്. അവർക്കൊക്കെ എന്താണ് മക്കൾ കൊടുക്കുന്നത്? മക്കളെ ദുഷ്ടനെ പല പോലെ വളർത്തും. അവൻ്റെ ദുരിതം ആരിൽ നിന്നാണ്? അവൻ്റെ മക്കളിലൂടെ അവൻ കിട്ടുന്ന ദുരിതം അവൻ അനുഭവിച്ചേ പറ്റൂ എന്നുള്ള പറയുന്ന യാഥാർത്ഥ്യം. ഞാൻ ഈ പറയുന്നതൊക്കെ തന്നെ എനിക്ക് ചുറ്റും കാണുന്നതാണ്. നമ്മൾ പറയുമ്പോൾ ഒരാൾക്കെങ്കിലും ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ മാനസാന്തരമുണ്ടായാൽ മാത്രമേ പരിഹാരമുണ്ടാകൂ. അത് മനസ്സിന് ശാന്തിയോടുകൂടി മൃത്യുവിൽ ലയിക്കാൻ പറ്റൂ, നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. ഓണക്കാലമാണ്. മനോദുഃഖം
രേവതി നക്ഷത്രക്കാർക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുക, മനസ്സിന് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ വരും. സന്താനങ്ങൾ രണ്ട് ധ്രുവങ്ങളിലായിട്ട് നിൽക്കാനുള്ള അവസ്ഥ, ഏതെങ്കിലും ഒരു സന്താനത്തിൽ നിന്ന് ദുഃഖം വരിക രേവതി നക്ഷത്രക്കാർക്ക്. ഇനി കുട്ടികളാണെങ്കിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷനിൽ നിന്ന്, ഇല്ലെങ്കിൽ മക്കളിൽ നിന്ന്, ഇല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് ദോഷം വരുന്ന ഒരു കാലഘട്ടമാണ്. കറക്റ്റായിട്ട് ഇത് പൂർവ്വജന്മത്തിലെ ദോഷമാണ്. രേവതി നക്ഷത്രത്തിൻ്റെ പൂർവ്വജന്മത്തിൻ്റെ യാത്രയിലൂടെയാണ്. അപ്പോൾ രഥചക്രം കറങ്ങുമ്പോൾ ഇതിൻ്റെ രഥചക്രം പിന്നിലേക്ക് കറങ്ങുമ്പോൾ കാണുന്ന ഫലമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് നല്ല ജ്യോതിഷ പണ്ഡിതന്മാരെ കാണണം. ഓണത്തിന് പറ്റുമെങ്കിൽ രേവതി നക്ഷത്രക്കാർ ഗുരുവായൂർ ദർശനം നടത്തുന്നത് നല്ലതാണ്. ഗുരുവായൂർ ദർശനം. പിന്നെ പാലക്കാട് ഏവൂർ ഭഗവതി എന്ന് പറയുന്ന ഒരു കൈപ്പത്തി ഹേമാംബിക ക്ഷേത്രമുണ്ട്. അവിടെ പോയി നെയ്വിളക്ക് വാങ്ങിച്ചു വെച്ചാൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ മാറ്റങ്ങൾക്ക് വിധേയമായി ഒരു സുന്ദരമായ ഓണക്കാലം. അതുകൊണ്ട് ഞാൻ വലിയ ദുരിതങ്ങളിലേക്ക് കടക്കുന്നില്ല. ഭർത്താവിന് ദുരിതം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഭർത്താവിന് രോഗാവസ്ഥ ഉണ്ടാകും. രവി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബന്ധനമുണ്ടാകും, സംഘർഷങ്ങളുണ്ടാകും, കുത്തുവാക്ക് ഉപയോഗിക്കുന്നതൊക്കെ കാലഘട്ടമായതുകൊണ്ട് എല്ലാ ഭർത്താക്കന്മാർക്കും അങ്ങനെയില്ല. സ്വാമി പറയുന്ന എല്ലാം ശരിയല്ലെങ്കിൽ പോലും ഭർത്താവ് ഉണ്ടെങ്കിൽ തന്നെ. അപ്പം ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.